നിൽക്കുന്നത് തായ്ലാൻഡിൽ ഏറ്റവും കൂടുതൽ ഹലാൽ ഫുഡ് ഓപ്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്താണ്. തായ്ലാൻഡിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റ് ബിലീവേഴ്സാണ്. അതിനുശേഷം ഉള്ള ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. റമദാനായി കഴിയുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ മസ്ജിദിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ കുട്ടി ഇഫ്താർ ഷോപ്സുകൾ ഇടും. എന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള കുറേ ഡിഷസ് ഇങ്ങനെ വിൽക്കും. തായ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഈ പല്ലി, പാറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് നല്ല വൈഡ് വെറൈറ്റി ഓഫ് അടിപൊളി ഫുഡ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറേയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. തായ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ബാലൻസ്ഡ് മീലായിരിക്കും. ഇവർ രാവിലെ ഉച്ചക്കും വൈകിട്ടൊക്കെ ചോറ് കഴിക്കും, പക്ഷെ അതൊരു ബാലൻസ്ഡ് മീൽ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഫൈബർ ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും, കാർബ്സ് ഉണ്ടാവും, പിന്നെ പ്രോബയോട്ടിക്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ്ചറായിട്ട് ചെറിയൊരു പോർഷൻ ഓഫ് ഫുഡാണ് അവർ കഴിക്കുള്ളൂ. പക്ഷെ 3 നേരം ഒരു റൈസാണ് മോസ്റ്റ് ഓഫ് ദി ടൈം കഴിക്കുന്നത്. ഈ കാണുന്നതാണ് ലോങ്കൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ ജ്യൂസാണ്. നമ്മൾ തായ്ലാൻഡിൽ എവിടെ പോയാലും, എസ്പെഷ്യലി നോർത്തേൺ സൈഡിലൊക്കെ പോയാലും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ലോങ്കൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ കാണുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. ഇവിടെ കുറേ വെറൈറ്റി ഓഫ് നമ്മുടെ ഈന്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആൻഡ് ആപ്രിക്കോട്ട്, അക്രോട്ട്, അതിൻ്റെയൊക്കെ ഡ്രൈഡ് വേർഷനും നമുക്കിവിടെ കിട്ടും. ആൻഡ് ഈ കാണുന്നതാണ് ലസാന്യ. ഇത് ചിക്കനും ബീഫും അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്, വേറെ ഫ്ലേവേഴ്സിലുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ് ഫുഡിനൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന തന്നെ ഈ ഒരു ബോക്സ് ഓഫ് മീൽസിന് 50 ബാത്തുള്ളൂ. നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 100-120 ആ ഒരു റേറ്റിൽ വരുമെങ്കിലും 50 ബാത്തിന് നമുക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം. ഈ കാണുന്നതാണ് ഖാവോ മോക്ക്, അതായത് തായ് ബിരിയാണിയാണിത്. ഒരു ജാസ്മിൻ റൈസും പിന്നെ ഫ്രൈഡ് ചിക്കനും നല്ല ഫ്ലേവർഫുൾ റൈസാട്ടോ ഇവരുടെ ഈ തായ് ബിരിയാണിക്ക്. ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു വട്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ബിരിയാണി. കാണുന്നതാണ് സാത്തേ എന്ന് പറയും, അതായത് ഗ്രിൽഡ് സ്ക്യൂവേഴ്സ്. നമുക്ക് കുറേ മീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സീ ഫുഡും ഉണ്ടാവും. ഇവരെല്ലാം ഇങ്ങനെ സ്ക്യൂവേഴ്സിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കിയിട്ട് തരും. തായ് പീപ്പിൾ നല്ലോണം സോസേജസ് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു എരിവുള്ളൊരു സോസിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് തരാറ്. ചൈന അങ്ങനത്തെ രാജ്യത്ത് നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു കൾച്ചറും കൂടി കേട്ടോ ഈ സോസേജ് കഴിക്കുന്ന ഒരു സംഭവം ഇവർക്ക്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ നമ്മുടെ മിറിൻഡ, 7up, സ്പ്രൈറ്റ് അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ, അതിങ്ങനെ ഈ മെഷീനിലിട്ടിട്ട് അതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് വരും. അപ്പോൾ ഒരു ഐസ് ഫോം ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് വേറെ ഒരു കണ്ടെയ്നറിൽ ഐസ് ഇട്ടിട്ട് നമുക്ക് തരും. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര കൂളാക്കും കേട്ടോ ആ ഡ്രിങ്ക് നമ്മൾ. പിന്നെ ഈ കാണുന്നതാണ് മോച്ചി. ഇവിടെ പല ഫ്ലേവറിലുള്ള മോച്ചി ഉണ്ട്. എനിക്ക് മോച്ചി വലിയ ഇഷ്ടമില്ല. ആൻഡ് കുറേ കുക്കീസൊക്കെ കണ്ടു. ഇതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഭയങ്കര മധുരമില്ല ഇവരുടെ സ്വീറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഇവിടെ എന്തായാലും ഭയങ്കര ഓവർ മധുരമില്ല, ഒരു മൈൽഡ് മധുരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മട്ടിക്കില്ല. ഇത് സ്ക്വിഡ്, ക്രാബ്, അതുപോലെ തന്നെ ഫിഷൊക്കെ ഇങ്ങനെ വാഴയിലയിൽ ഒരു മസാല പറ്റിയിട്ട് അവരിങ്ങനെ നമുക്ക് ചുട്ട് തരുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടോ ഇവിടെ കാണുന്നത്. ഇത് റോസ്റ്റഡ് ചിക്കൻ്റെ ഒരു സ്റ്റാളാണ്. കുറേ ചിക്കൻസ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ കട്ട് ചെയ്ത് നമുക്കൊരു പോർഷനായിട്ട് തരും. ഓരോ പോർഷനും ഓരോ റേറ്റ് ആയിരിക്കും. ചെറുതിന് വേറെ, വലുതിന് വേറെ. അങ്ങനെ റാമൻ എന്ന് പറയുന്ന ഒരു നൂഡിൽസിലെ അതിൻ്റെ ഒരു ഷോപ്പാണ്. നമ്മൾക്ക് കുറേ വെജീസും, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വെജീസും അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ നൂഡിൽസ്, അത് കാർബൈഡ് നൂഡിൽസ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സാണ് ഇവരുടെ ഒരു ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ നോക്കും, റൈസ് പേപ്പർ, പിന്നെ അതുപോലെ തന്നെ മീറ്റ്, പിന്നെ ഫൈബറായിട്ട് ലീവ്സ് ഉണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് മീലാണത്. ആൻഡ് ഇതൊരു എഗ് ടാർട്ടിൻ്റെ ഒരു ഷോപ്പാണ്. പല ഫ്ലേവേഴ്സുള്ള എഗ് ടാർട്ട്, നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ആൻഡ് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അവരിങ്ങനെ ഒരു ഇഞ്ചക്ഷൻ പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഫ്രൈഡ് ഗാർലിക്കാണ്. കുറേ ഫ്ലേവേഴ്സുള്ള ഫ്രൈഡ് ഗാർലിക്കിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചെടുക്കാം. ഒരു ഗാർലിക് ഇങ്ങനെ ഫ്രൈ ചെയ്തത് ഈ ഫ്രൈഡ് റൈസിൻ്റെയും അതുപോലെ തന്നെ വെറുതെ റൈസിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ മേലെ ടോപ്പ് ചെയ്തിട്ട് കഴിക്കുക. അതൊരു ഏഷ്യൻ കൾച്ചറാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഫിലിപ്പീനിയം ഇതുപോലെ തന്നെ കുറച്ച് റൈസും കുറേ സംഭവമൊക്കെ ഇട്ടിട്ട് അവർ കുറേ ഫ്രൈഡ് ഇങ്ങനെ ഗാർലിക് ഇങ്ങനെ അതിൻ്റെ മേലെ ടോപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നവർക്ക് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിരിക്കും മേ ബി. ഇത് വന്നിട്ടൊരു ഹോട്ട് പോട്ട് ഷോപ്പാണ്. നമ്മൾക്ക് എന്തൊക്കെ മീറ്റ് വേണം എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നൂഡിൽസ് ഇരിക്കുന്നുണ്ട്, പിന്നെ കുറേ ടോപ്പിങ്സും പരിപാടിയൊക്കെ ഉണ്ട്. സെലക്ട് ചെയ്താൽ അവർ നമ്മൾക്ക് എന്ത് ചെയ്യും, എല്ലാം സെറ്റ് ചെയ്തിട്ട് തരും. ആൻഡ് ഇവിടെ കുറേ ആൾക്കാർ അതിങ്ങനെ ഓർഡർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ആൻഡ് ഇതിങ്ങനെ സ്ക്യൂവേഴ്സ് വെറുതെ മാഷ്മെല്ലോ അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തരും. ആൻഡ് അത് താങ്ക്ലൂ ഈ ഷുഗർ സിറപ്പിൽ നമുക്കിങ്ങനെ കോട്ട് ചെയ്തിട്ട് അവർ നമുക്ക് തരും.
ആൻഡ് ഇത് ടെമ്പുറ, ഇവിടെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന സംഭവമാണ് ടെമ്പുറ. ആൻഡ് ഇതൊരു ഭയങ്കര കളർഫുൾ ഷോപ്പ് കണ്ടു ഞാൻ, കുറേ ഫ്ലേവേഴ്സ് ഉള്ളൊരു ഡ്രിങ്ക്സ്. ആൻഡ് അവർ നമുക്ക് ഐസ് ഇട്ടിട്ട് ഇതിങ്ങനെ തരും. ഇവിടെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂൾ അല്ലെങ്കിൽ ഐസ്ഡ് ഡ്രിങ്ക്സ് നന്നായിട്ട് കൺസ്യൂം ചെയ്യും. ആൻഡ് ഈ പാൻ കേക്ക് എനിക്ക് എപ്പോഴും കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്, എപ്പം ഞാൻ കാണുമ്പോൾ ഇത് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദ സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്. ആൻഡ് ലോങ് ആൻഡ് ഫ്രൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് സെക്കൻഡ് ഷോപ്പാണ്. അപ്പം ഞാൻ ഈ സംഭവം ഒന്ന് കണ്ടപ്പോൾ ഒന്നുകൂടി എടുത്തതാണ്. ആൻഡ് ഇത് തായ് പാൻ കേക്ക് എന്ന് പറയും. തേങ്ങയും പിന്നെ ഒരു മിക്സർ ച്യൂയിയാണ്, അധികം സ്വീറ്റ് അല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഇഷ്ടമായിരുന്നു. ആൻഡ് ഇതിങ്ങനെ സ്ക്യൂസ് ഷോപ്പാണ്. സോസേജും അതുപോലെ തന്നെ വെജിറ്റബിൾസും വെണ്ടയ്ക്ക വരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റിക്കാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് തരും, നല്ലോണം ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്ത് തരും. ആൻഡ് ഇതെനിക്കൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതായത് ബീഫിൻ്റെ പല പാർട്സാണ്, കരളുണ്ട്, അതുപോലെ തന്നെ ഈ കൊളജൻ, നമ്മളുടെ മജ്ജ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും, കിലോ കണക്കിന് അവർ അങ്ങനെ വെയ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തരും. ആൻഡ് അങ്ങനെ ആൾക്കാർ ഇത് മേടിക്കണമുണ്ട് കേട്ടോ, അങ്ങനെ നമ്മുടെ ലിവർ, അങ്ങനെ കുറേ പാർട്സ്. ഇതെന്ന് പറഞ്ഞാൽ റോ ഫിഷാണ്, അതായത് സാമൺ, പിന്നെ പ്രോൺസ്, അതുപോലെ തന്നെ ഓയിസ്റ്റർ, അതെല്ലാം കൂടി സോയ് സോസിൻ്റെ ഒരു ഡിപ്പിൽ സെറ്റ് ചെയ്തിട്ട് തരുന്നതാണ്. ആൻഡ് ഇത് നമ്മളുടെ ബീഫ് ഗ്രില്ല് ചെയ്തതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജീസും റൈസായിട്ട് അവർ തരും. ആൻഡ് ഇത് തായ്ലാൻഡിൻ്റെ നാഷണൽ ഫുഡ് എന്നറിയപ്പെടുന്ന പാഡ് തായ് ആണിത്. നൂഡിൽസും അതുപോലെ തന്നെ നമ്മുടെ മങ് ബീൻസ് ഇല്ലേ, അതിൻ്റെ സ്പ്രൗട്ട്സ് ഒക്കെ ഇട്ടിട്ടും പിന്നെ ചെമ്മീൻ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് തരുന്നതാണ്. ഇതാണ് കാവ് സോയ്. നമ്മുടെ നോർത്തേൺ തായ്ലാൻഡിലൊക്കെ ഇത് കൂടുതലും അവൈലബിൾ. ഞങ്ങൾ ചിയാങ്മായി പോയ സമയത്ത് ഇത് ഒരുപാട് കഴിച്ചിരുന്നു. ആൻഡ് ഇതൊരു സീ ഫുഡ് ഷോപ്പാണ്. നമ്മൾ ഇവിടെ നിന്ന് വേണോ അത് എടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് സ്റ്റിർ ഫ്രൈ ചെയ്ത് തരും. ഈ കാണുന്ന മീൻ മുട്ട, അതുപോലെ തന്നെ ക്രാബ്, ചെമ്മീൻ, സാമൺ, പിന്നെ ഈ ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കാണുന്നതാണ് റൊട്ടി മത്തബ. നമ്മുടെ മൈദമാവിൻ്റെ ഒരു പോലത്തെ ഒരു റൊട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സേവറി ആയിട്ടുള്ള ബീഫ്, ചിക്കൻ ആൻഡ് എഗ്ഗ് അങ്ങനത്തെയൊക്കെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവർ സ്റ്റഫ് ചെയ്ത് തരും. ആൻഡ് ഇത് ഒരു അലുവ പോലത്തെ ഒരു സംഭവം ഞാൻ മിക്ക സമയത്ത് ഇവിടെ കണ്ടിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇത് സലപ്പാവ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി റീലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ സ്പിനച്ചും അതുപോലെ തന്നെ ചിക്കൻ ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. അത് റമദാനിലെ ടൈമിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവർ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറേ ഫുഡും സംഭവമൊക്കെ മേടിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്താനവും ഗ്യാതറിങ് ഒക്കെ ഭയങ്കര രസം കേട്ടോ ഇത് കാണാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ടീപോട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്പോട്ടാണ്. അപ്പോൾ അവരിങ്ങനെ ഫ്രീ ആയിട്ട് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരുടെ കോഫി നല്ല ടേസ്റ്റ്. തായ് ടീ ഉണ്ട്, പക്ഷേ ഞാൻ തായ് ടീ വലിയ ഫാനൊന്നുമല്ല. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ അവിടെ നോക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ മ്യൂസിക് കേട്ട് അങ്ങനെ ഒന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഒരു പാട്ട് പാടാണ്. അപ്പോൾ 2 പേരിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ മൈക്കിൽ കൂടെ ഇതാക്കും, ബാക്കി 3 പേര് ഇരുന്നിട്ട് പാടുക ചെയ്യുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞാനിവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഡ്രസ്സിൻ്റെ ഷോപ്പ് ഞാൻ അങ്ങനെ കണ്ടില്ലായിരുന്നു. ഞാൻ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ മാത്രമാണ് കണ്ടിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നൈറ്റ് ഡ്രസ്സ്, അതുപോലെ തന്നെ കാഷ്വൽ വെയേഴ്സ്, പർദ്ദ ആൻഡ് കുറേ മഫ്ത ആൻഡ് കുറേ ഷോളിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്, മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ചില്ല ഒന്നും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകുന്നതാണ്. നല്ല ക്യൂട്ട് പർദ്ദയൊക്കെ അല്ലേ കാണാൻ. ഡ്രസ്സൊക്കെ കണ്ടുവന്ന സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള ലുങ്കി പോലത്തെ ഒരു മുണ്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. കറക്റ്റ് നമ്മുടെ ലുങ്കി പോലെ തന്നെ ഉണ്ടായിരുന്നു അത്.
പാൻറ്, കുഞ്ഞു കുട്ടികളുടെ ഇങ്ങനെ ചെറിയൊരു ടോപ്പ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ക്യൂട്ടായിരുന്നില്ല കാണാൻ. അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.